Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക്. മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, A family's journey to holiness. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫാമിലി ലൈഫ്, പ്രൊഫഷൻ ആൻഡ് മിനിസ്ട്രി ലൈഫ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകണം, എങ്ങനെ ആ ബാലൻസ് കൊണ്ടുപോകേണ്ടതെന്ന്. സോ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും ഇത് തന്നെയാണ്, ഫാമിലി, പ്രൊഫഷൻ ആൻഡ് മിനിസ്ട്രി ലൈഫ്, ഹൗ ടു ബാലൻസ് ദിസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് രണ്ട് ആപ്റ്റ് അതിഥികളെയാണ് കിട്ടിയിരിക്കുന്നത്, ഡോക്ടർ രാജേഷ് ആൻഡ് ഡോക്ടർ രമ്യ. രാജേഷ് അങ്കിള് ഡെൻറ്റിസ്റ്റ് ആണ്, ഓർത്തഡോണ്ടിസ്റ്റ് ആണ്. രമ്യ ആൻറ്റിയും ഓർത്തഡോണ്ടിസ്റ്റ് ആണ്. ഇവർ പ്രൊഫഷണലി രണ്ടുപേരും ഡെൻറ്റിസ്റ്റ് ആണ്. ഒപ്പം 4 മക്കളുണ്ട് ഇവർക്ക്. നിങ്ങളെ മക്കളുടെ പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? മൂത്ത മോള് ആനിയ, അവൾക്ക് 11 വയസ്സ്. രണ്ടാമത്തെ ആള് തെരേസ്, അവൾക്ക് 9 വയസ്സ്. മൂന്നാമത്തെ മോനാണ് മാത്യു, അവന് 7 വയസ്സ്. നാലാമത്തെ ജോസഫ്, അവന് 6 വയസ്സ്. നിങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. ശരിക്കും മിനിസ്ട്രി ലൈഫും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. ശരിക്കും ഒരു പ്രൊഫഷൻ, മിനിസ്ട്രി ആൻഡ് ഫാമിലി, ശരിക്കും ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യേണ്ടത്? പ്രയോറിറ്റി ആണെന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഷുഡ് ബി ദാറ്റ് വേ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൊഫഷൻ, ആസ് വി ഓൾ നോ, നമുക്കെല്ലാവർക്കും ദൈവം പല പല പ്രൊഫഷനിലേക്ക് നമ്മളെ വിളിക്കുന്നു. വി ഹാവ് ടു ടേക്ക് ദാറ്റ് ആസ് എ പാർട്ട് ഓഫ് അവർ വൊക്കേഷൻ. ആൻഡ് ദെൻ ദ തേർഡ് പാർട്ട് വാട്ട് കംസ് ഇസ് ദ മിനിസ്ട്രി. ഞാൻ ഈ ഒരു ദൈവത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ടും ഒരു തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പൊക്കെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ ഒത്തിരി ഇൻവോൾവ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. ബീറ്റ് ക്ലബ്സ് ഓർ സോഷ്യൽ ഫങ്ഷൻസ് ഓർ അസോസിയേഷൻസ്. പിന്നെ ഒരു തിരിച്ചറിവ് കിട്ടുന്നു, ഒരു വെളിച്ചം കിട്ടുന്നു. അപ്പോൾ ആ എനർജിയും ടൈമും ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ മിനിസ്ട്രി. അത്രയും വ്യത്യാസമുള്ളൂ. ബാക്കി ദ ഫാമിലി ആൻഡ് പ്രൊഫഷൻ ഹാസ് ബീൻ ഗോയിങ് ഓൺ ആസ് ഇറ്റ് വാസ് ബിഫോർ. ഓക്കെ. രമ്യ ആൻറ്റി ഡെൻറ്റിസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെയാണ് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആ ബാലൻസ് ചെയ്യുന്നത്? കല്യാണം കഴിക്കുമ്പോൾ ഡെൻറ്റിസ്ട്രി അത്ര ആക്റ്റീവായിട്ട് ഞാൻ എടുത്തിരുന്നില്ല. അപ്പോൾ കല്യാണം കഴിച്ച ഉടനെ ഒരു 2-3 വർഷത്തേക്ക് ഞാൻ വർക്ക് ചെയ്തു. അന്നേരം ഞങ്ങൾക്ക് മക്കളായിട്ടില്ല. പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈശോ ഞങ്ങൾക്ക് മക്കളെ തന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡെൻറ്റിസ്ട്രിയിൽ നിന്ന് മാറി നിന്നു. ലൈക്ക് എനിക്ക് അപ്പോഴും വേണേൽ വർക്ക് ചെയ്യായിരുന്നു, പക്ഷേ ഇത് രാജേഷ് പറഞ്ഞതുപോലെ ഞാൻ പ്രയോറിറ്റി ഫിക്സ് ചെയ്തു. അപ്പോൾ മക്കളുണ്ടാകുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കുക എന്നൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. ലൈക്ക് എപ്പോഴും രാജേഷ് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, ആദ്യത്തെ ഒരു 1-2-3 വർഷത്തിലാണ് അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രൊഫഷൻ അല്ല ഇമ്പോർട്ടൻ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കാൻ മാക്സിമം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അടുപ്പിച്ചുള്ള ഡെലിവറീസ് ആയിരുന്നു എല്ലാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഗ്യാപ്പ്, ഒരു 10 വർഷത്തോളം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡെൻറ്റിസ്റ്റ് അല്ലാതെ ആവുന്നില്ലല്ലോ വീണ്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇളയ മോനും ഫസ്റ്റ് സ്റ്റാൻഡേർഡായി. അപ്പോൾ അവൻ സ്കൂൾ ഗോയിങ് ആയപ്പോൾ മുതൽ ഞാൻ വീണ്ടും ഇതുപോലെ പ്രൊഫഷനിലേക്ക് തിരിച്ചു കയറി. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഞാൻ ഉച്ചവരെ വർക്ക് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ. അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഐ എം വിത്ത് ദം.
അപ്പോൾ അവർക്ക് ആവശ്യം അമ്മയുടെ കൂടുതൽ സാമീപ്യമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉച്ചവരെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ആൻഡ് കഴിഞ്ഞ ഒരു ഇവൻറ്റിൽ വെച്ച്, ഒരു ഫംഗ്ഷനിൽ വെച്ച് നിങ്ങളുടെ ഇളയ മോൻ ഞങ്ങളൊന്ന് നെട്ടിച്ചായിരുന്നു. A to Z കംപ്ലീറ്റ് വചനങ്ങൾ പറഞ്ഞുകൊണ്ട്. ആ ഒരു പ്രായത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. സോ ഇതിന് എങ്ങനെയായിരുന്നു ശരിക്കും മക്കളിലേക്ക് ദൈവവചനം കൊടുക്കാനായിട്ട്? അതിന് നിങ്ങൾ എന്താ അഡീഷണൽ എഫേർട്ട് എടുത്തേക്കുന്നത്? ഞങ്ങൾ ചെറുപ്പം മുതലേ അവർ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഞങ്ങളൊരു പ്രാക്ടീസ് ഞങ്ങളുടെ വീട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേസ് വി ഷുഡ് കീപ്പ് ഇറ്റ് ഹോളി. ഓക്കെ. അതൊരു 3rd കമാൻഡ്മെൻറ്റ് കൂടിയാണ്, സാബത്തിനെ വിശുദ്ധമായി ആചരിക്കുക. അപ്പം അത് ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. സോ സൺഡേസ് വി കീപ്പ് ഇറ്റ് ആസ് എ ഹോളി ഡേ. അന്ന് പിള്ളേരോട് പഠിക്കാനോ വേറെ പുറത്തുള്ള ആക്ടിവിറ്റീസോ മൂവീസ് കാണാനോ ഒന്നും ഞങ്ങൾ താല്പര്യപ്പെടാറില്ല, ഞങ്ങളും കാണാറില്ല. അവരും അതിനോട് വളരെ പെട്ടെന്ന് അലൈൻഡായി. സോ ദോസ് സൺഡേസ് വി ടോക്ക് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ അവരെ പഠിക്കാനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കും. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വി യൂസ് ടു ഗിവ് ദം സം ഇൻസെൻറ്റീവ്സ്. അപ്പോൾ അവരിൽ തന്നെ അത് ഇൻബിൽട്ടായി. ആൻഡ് ഇറ്റ് ഹസ് ബീൻ പാസിങ് ഫോർ ഓൾ ദി കിഡ്സ്. ഞങ്ങളിങ്ങനെ ബൈബിൾ വചനങ്ങളും വിശുദ്ധരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സൺഡേസ് ആണ്. വി ഫൈൻ ടൈം ഫോർ ദാറ്റ് എക്സ്ക്ലൂസീവ്ലി. അപ്പോൾ അത് അവരിൽ ഒരു ഇൻബിൽട്ടായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്നു. ആൻഡ് പറഞ്ഞ ഒരു ഗിഫ്റ്റാണ് ദ യങ്ങസ്റ്റ് വൺ. അവനത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സോ ഹീ ഈസ് ഗോയിങ് ഗ്രേറ്റ്. എല്ലാവർക്കും ഭയങ്കര ഒരു ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുക, പ്രൊഫഷൻ, ഫാമിലി ലൈഫ്, അതോടൊപ്പം മിനിസ്ട്രി ലൈഫ് എങ്ങനെയാണ് മാനേജ് ചെയ്യുകയെന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഹെഡേക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മൂന്നും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരുടെ ലൈഫിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും അവിടെ ഒരു ഗസ്റ്റിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കത് ആരാ നോക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജോർജ് ദേവസി, ജോർജ് ഏട്ടൻ. അതായത് ജീസസ് യൂത്തിൻ്റെ ഫോർമൽ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററാണ്. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ കൂടിയാണ്. അപ്പോൾ ചേട്ടൻ്റെ വൈഫ് നിമ്മി ചേച്ചി ഇപ്പോൾ കറൻ്റ്ലി ക്യാരിങ് ആണ്. പിന്നെ 2 പെൺമക്കളും കൂടിയാണ് ഉള്ളത്. അപ്പം ചേട്ടാ വിശുദ്ധവേദിയിലേക്ക് സ്വാഗതം. ചേട്ടനൊരു എന്താ മൾട്ടിനാഷണൽ ട്രാവൽ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. ഒപ്പം മിനിസ്ട്രിയുടെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി ക്യാരിയിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു? കാരണം ഞാൻ ഇപ്പോൾ എനിക്കൊരു ഫാമിലി ലൈഫ്, മിനിസ്ട്രി അത്രയ്ക്ക് ഇത് ഇല്ലെങ്കിൽ കുറച്ചൊക്കെ, പക്ഷേ പ്രൊഫഷണൽ ലൈഫ് ഇത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ പിന്നെ നേരെ ചൊവ്വേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് ചേച്ചിയുടെ കൂടെ കൂടുതൽ നേരം പ്രസൻസും വേണ്ടതാണ്, എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് ആദ്യം തന്നെ ഒരു ഇൻസ്പിറേഷൻ വന്നത്, ഇതും ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ്, മിനിസ്ട്രി ലൈഫ്, ഇത് മൂന്നും നമ്മൾക്ക് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ചിലപ്പോൾ ഒക്കെ ഈ ഒരു ഇംബാലൻസ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മിനിസ്ട്രി ലൈഫും ഫാമിലി ലൈഫും ഗോഡ്സ് ഗിഫ്റ്റാണ്. പ്രൊഫഷണൽ ലൈഫ് ഒരു വളരെ വേർഡ്ലി നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു മിനിസ്ട്രി ലൈഫ് നമ്മൾക്ക് എന്താണെങ്കിലും ദൈവം ഇൻവോൾവ് ആണ്. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഒരു ഫാമിലീനെ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും മാത്രമല്ല, നമ്മൾക്കുള്ളത് എല്ലാം തന്നെ നമ്മൾക്ക് കർത്താവ് തന്നതാണ്. ഈ ഒരു ബോധ്യം തന്നെ നമ്മളുടെ ബാലൻസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും അത് ഞാൻ അവിടെ എത്തി തന്നെ ശരിക്കും പറഞ്ഞാൽ കർത്താവോടെ എത്തിച്ച കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ എത്തൂല. അപ്പോൾ ഈ ഒരു 3 കാര്യവും ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫ്രം ഗോഡാണ്. പിന്നെ ഈ 3 കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ഡിസേൺമെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആൻഡ് പ്രയോറിറ്റി. ഈ 2 ഫാക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആകെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡിസേൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ആൻഡ് ഓരോ ദിവസവും ചിലപ്പോൾ നമ്മളുടെ ടൈം ആൻഡ് പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് 3ഉം തന്നെ ഫിക്സ്ഡ് അല്ലാത്ത കാരണം തന്നെ നമ്മൾക്ക് ഒരിക്കലും ടൈം ആൻഡ് പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഓൺ ഗോയിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡിൽ നിന്ന് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ഓൺ ഗോയിങ് റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഡിസേൺമെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർ പറയുന്നു നമ്മൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി 1, 2, 3 എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടേക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളോട് ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഏതാണ് കൂടുതൽ പ്രയോറിറ്റി.
അപ്പോൾ നമ്മൾ ടൈം ആൻഡ് പ്രയോറിറ്റി ബാലൻസ് ചെയ്ത് വരും. ആൻഡ് ഈ ബാലൻസിങ് ആക്ട് നടക്കുന്നത് തന്നെ മോർണിംഗ് പ്രെയറിലാണ്. എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മോർണിംഗ് പേഴ്സണൽ പ്രെയറിലാണ് കർത്താവ് എന്നോട് പറയുന്നത്, ഇന്ന് ഈ ഒരു ടൈം ആൻഡ് പ്രയോറിറ്റിയാണ്, ഇന്ന് ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് എന്നെ ഒത്തിരി ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ചില ഇംബാലൻസുകൾ ഉണ്ടാവേണ്ട കാരണം ചില തെറ്റിദ്ധാരണകളാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പല യങ്സ്റ്റേഴ്സ് എന്നോട് വന്ന് പറയാറുണ്ട് ദാറ്റ് ഞാൻ ഇനി ഫുൾ ടൈം പോവാണ്, പ്രൊഫഷൻ നിർത്തിയിട്ട് ഞാൻ ഫുൾ ടൈം പോവാണ്. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ശരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് ഡിസേൺമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തന്നെ ചിലർ വന്ന് പറയും, എന്നെ ദൈവം വിളിക്കുന്നു, ഫാമിലീനെ അബാൻഡൻ ചെയ്ത് പോകുന്ന പല ആൾക്കാർ. അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളെ ലൈഫിലെ എല്ലാ റിയാലിറ്റിയും ഗോഡ്സ് വില്ലാണ്. ഈ ഗോഡ്സ് വിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ഡിസേൺമെൻറ്റ് നടന്നു കഴിഞ്ഞു. എൻ്റെ ഒരു വൈഫ് പ്രഗ്നൻ്റ് ആണ്, എൻ്റെ 2 പിള്ളേരുണ്ട്. ഓൾറെഡി ദർ ഈസ് ഗോഡ്സ് വിൽ ആൻഡ് ആ വില്ലിനെ പിന്നെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് എൻ്റെ നീഡ് എൻ്റെ വൈഫിന് ഒരു പ്രയോറിറ്റിയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ തന്നെ ബാലൻസിങ് തുടങ്ങുകയാണ്. ആ ബാലൻസിങ് ആക്ട് ശരിക്കും ഇറ്റ്സ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇംബാലൻസ് കൊണ്ടുവരുന്നത് നമ്മളുടെ ഈഗോ ആവാം. നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവണം എന്നുള്ള ഒരു ഈഗോയിസ്റ്റിക് ജേർണി തുടങ്ങുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നെഗ്ലക്റ്റഡ് ആയി പോകുന്നത്. അങ്ങനെ തന്നെ മിനിസ്ട്രി ലൈഫിലാണെങ്കിലും ഗ്ലോറി ടു ഗോഡ് ആണെങ്കിൽ എൻ്റെ ഫാമിലി സക്സസ്ഫുൾ ആയി, പ്രൈസ് ദ ലോർഡ്. എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആണ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആണ്, പ്രൈസ് ദ ലോർഡ്. ഗ്ലോറി, ഇഫ് ദ ഗ്ലോറി ഗോസ് ടു ഗോഡ്. ശരിക്കും വേർഡ് ഓഫ് ഗോഡ് പറയുന്നത് ജോൺ 10:10, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ഇൻ ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഫുൾനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാമിലി മാത്രമല്ല, ഫുൾനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷൻ മാത്രമല്ല, മിനിസ്ട്രി മാത്രമല്ല, ഫുൾനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലുള്ള ഫുൾനെസ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ വശം ചോദിക്കുകയാണെങ്കിൽ, ചേട്ടൻ പറഞ്ഞല്ലോ രാവിലെ മോർണിംഗ് പ്രെയറിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, അങ്ങനെ ആ ഒരു ഗ്രേസ് അതിലൂടെ നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, ഇപ്പം ഇന്നിപ്പം മിനിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടൊരു ടൈം കൊടുത്തു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചി വിളിച്ചിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് മിനിസ്ട്രിയിൽ നിന്ന് പെട്ടെന്നൊരു നീഡ് വരുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ്ലെസ് ഡിസേൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ക്രിട്ടിക്കൽ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത് എൻ്റെ ഞാനായിട്ട് വണ്ണായിട്ട് നിൽക്കുന്ന നിമ്മിനെയാണ്. ഞാൻ നിമ്മിനെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പ്രാർത്ഥിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് അവിടെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ സാക്രമെൻ്റൽ ഗ്രേസ് വന്നു കഴിഞ്ഞു. അവിടെ തന്നെ പരിശുദ്ധാത്മാവ് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഡിസിഷൻ മേക്കിങ്ങിൽ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിമ്മി വഴിയാണ് കർത്താവ് എന്നോട് ഡിസിഷൻ പറയാറ്. എന്ന് പറഞ്ഞാൽ നിമ്മി പറയും, ഓക്കെ എന്നാൽ ചേട്ടാ നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഈ ഒരു മിനിസ്ട്രി വർക്കിന് പോകണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾക്ക് മനസ്സിലാവണില്ല, നമ്മൾക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ ആ ഒരു ഡിസേൺമെൻറ്റ് ശരിക്കും ഷോർട്ട് കട്ട് എടുക്കുന്നതാണ് പ്രശ്നം. നമുക്ക് പെട്ടെന്ന് ഒരു ഹ്യൂമൻ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം, ടെൻഡൻസിയാണ് പ്രശ്നം. ശരിക്കും ഒരു കറക്റ്റ് മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വരാറുണ്ട്. ഞാൻ ഡിസൈൻമെൻറ്റ് 2 എക്സാമ്പിൾ എടുക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ജോലിക്കൊക്കെ കയറി വളരെ ഹെക്റ്റിക്കായിരുന്നു ജോലി, വളരെ ഡിഫിക്കൽട്ട് സമയമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണം. അപ്പോൾ എല്ലാം ശരിക്കും ഡിസൈൻമെൻറ്റ് നടത്തുമ്പോൾ കർത്താവ് ക്ലിയർ ആയിട്ട് പറയും, ഇല്ല ഇപ്പോൾ ജോലിയാണ് ചെയ്യേണ്ടത്, ഫുൾ ടൈം മിനിസ്ട്രി അല്ല. അങ്ങനെ ഞാൻ സക്സസ് ആയി, മാനേജറായി, ആ കമ്പനിയിലെ ടോപ്പ് പൊസിഷൻ വരെ എത്തി, വളരെ സക്സസ്ഫുള്ളായി, പ്രൊമോഷനൊക്കെ ആയിട്ട് എല്ലാം സെറ്റിലായി, ബൈ ദാറ്റ് എല്ലാ ടീമും സെറ്റായി, എനിക്കധികം വർക്കില്ല, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് കർത്താവ് പറയണത് 3 വർഷം ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകുന്നു. ജോനയുടെ ഒരു ലൈഫ് പ്രോസസ്സ് നമ്മളുടെ ലൈഫിലുണ്ടാവും. പക്ഷെ എപ്പോൾ നമ്മൾ കർത്താവ് ഡയറക്റ്റ് ചെയ്യുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്കറിയാം ആ ഒരു ഡിസേൺമെൻറ്റിൽ നമ്മൾക്ക് പ്രയോറിറ്റി ക്ലിയർലി വന്നു കഴിഞ്ഞു. ഇനി ഈ പ്രയോറിറ്റിയിൽ വേറൊരു ഡയമെൻഷൻ ക്ലിയർ ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗ്ലോറി ഓഫ് ഗോഡിന് വേണ്ടിയാണെങ്കിൽ ആ ഡിസേൺമെൻറ്റ് ഫാസ്റ്റർ ആയിരിക്കും. നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളുടെ എന്തോ ചെറിയ കലാപരിപാടിയൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ ഡിസേൺമെൻറ്റ് വളരെ സ്ലോ ആയി എക്സ്ക്യൂസുകളായിട്ട് മാറി
പല ആൾക്കാരെ എക്സ്ക്യൂസ്, ഫാമിലിന് എന്താണ് ഞാൻ മിനിസ്ട്രിക്ക് പോകുന്നു, മിനിസ്ട്രി എന്താണ് ഞാൻ പ്രൊഫഷന് പോകുന്നു, പ്രൊഫഷൻ എന്താണ് പോവാത്ത ഞാൻ മിനിസ്ട്രിക്ക് പോകുന്നു. അതൊരു എസ്കേപ്പിസം ഈസ് എ ബിഗ് ഡേഞ്ചർ. ഇറ്റ് ഈസ് നോട്ട് ആൻ എസ്കേപ്പിസം, ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് വിൽ ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ഈ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ആരെന്തൊക്കെ ചോദിച്ചാലും നമുക്ക് അതിൻ്റെ അകത്ത് വറീഡാവാനുള്ള കാര്യമില്ല അല്ലേ. ദൈവം നമ്മളെ ലൈഫ് തന്നെ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അക്കാഡമിക്സിൽ എനിക്ക് കിട്ടിയ ട്രെയിനിങ് എന്നെ ഒത്തിരി മിനിസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജീസ്യൂത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി സംസാരിക്കുക, ഈ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യുക, അത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രോഗ്രാംസ് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നു. അതെന്നെ മിനിസ്ട്രിയിൽ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾക്ക് ഒരാളെ 3 ആളായി മാറ്റാൻ പറ്റില്ല. അങ്ങനെ തന്നെ പ്രൊഫഷനിലും മിനിസ്ട്രിയിലും നടന്ന കാര്യങ്ങൾ ഫാമിലിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഒരിടത്തെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരിടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു, അവിടെ ചെയ്യുന്ന ഫാമിലിയിൽ. അപ്പം ചേട്ടൻ നല്ല രീതിയിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദൈവകൃപയാൽ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾക്കും കിട്ടിയ ഒരു മെസ്സേജ് ഇതാണ്, ദൈവഹിതം എല്ലാത്തിലും ചോദിക്കുക, അതിനനുസരിച്ച് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് പോകുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു മനു ആൻഡ് ആൻഡ്രിയ. താങ്ക് യു ജോർജ് ആൻഡ് മീനു. ജോർജ് ഏട്ടൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻസൈറ്റും കൂടെ പറയുകയുണ്ടായി. ശരിക്കും ഈ 3 ഫീൽഡ്, മിനിസ്ട്രി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ഒപ്പം ഫാമിലി ലൈഫ്, ഇത് 3ഉം ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവം തന്നതാണ് ഇത് 3ഉം. അതുകൊണ്ട് തന്നെ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, അതൊന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് 3ഉം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഒപ്പം ടൈം ആൻഡ് പ്രയോറിറ്റി, ഇത് രണ്ടും ആ ഒരു തന്നെ എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, എന്ത് കൂടുതൽ ടൈം കൊടുക്കണം എന്ന് ജോർജ് ഏട്ടൻ പറയുമ്പോഴും ആ ഒരു ഡിസേണിങ്, ഹോളി സ്പിരിറ്റുമായിട്ടുള്ളൊരു ഡിസേൺമെൻറ്റിലൂടെ എല്ലാം കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് ജോർജ് ഏട്ടൻ പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തെ പറ്റി നമ്മളുടെ ജെർണച്ചന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, ശുശ്രൂഷ, നിങ്ങളുടെ ജോലി, ഈ 3 കാര്യങ്ങൾ എങ്ങനെ ക്ലബ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചകൾ. എനിക്ക് മുമ്പേ വന്നവരൊക്കെ മനോഹരമായിട്ട് അവരെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു, കർത്താവ് എങ്ങനെ അവർക്ക് കൃപ കൊടുക്കുന്നു എന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു പക്ഷേ ഈ ഒരു ടോപ്പിക്കൊക്കെ ഒട്ടും റെലവൻ്റ് അല്ലായിരുന്നു കുറച്ച് കാലഘട്ടം മുമ്പ് വരെയൊക്കെ. കാരണം ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത് പുരോഹിതൻ്റെയോ സന്യസ്തരുടെയോ ഒക്കെ കാര്യമാണെന്നും അൽമാരൊക്കെ ഇതിനു വേണ്ടിയുള്ളവരല്ലെന്നൊക്കെ തന്നെ ഒരുപക്ഷെ കുറേ പുരോഹിതരും അൽമാരും ഒക്കെ അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ എന്താ കൃത്യമായിട്ട് പറയുന്നത്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായിട്ട് അതായത് അൽമാരുടെ റോള് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തിരുസഭ പ്രൊക്ലെയിം ചെയ്തത്, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഈറ ഓഫ് ലേറ്റി. അൽമായരുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജോൺ പോൾ രണ്ടാമൻ വളരെ ഉറക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് അൽമായരുടെ കാലഘട്ടമാണ്. അടുത്തിടെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അൽമായരെ പറ്റി പറയുന്ന ചാക്രികളെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മനോഹരമായൊരു കാര്യമുണ്ട്, ലേറ്റി ഈസ് നോട്ട് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ഇൻ ദ ചർച്ച്. അൽമായർ ഒരു 2ാം കിട പൗരന്മാരല്ല. അങ്ങനെ പുരോഹിതന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്, അൽമാർ തന്നെ ചിന്തിക്കുന്നത് അത് തെറ്റ്. പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ, പ്രേ, പേ, ഒബേ, ഈ 3 കാര്യങ്ങളാണ് അൽമായൻ ചെയ്യാനുള്ളത്. ഒരു കൺസെപ്റ്റ് അൽമായർക്കും പുരോഹിതർക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രാർത്ഥിക്കുക, പൈസ കൊടുക്കുക, അനുസരിക്കുക. നോ, നമുക്കെല്ലാവരും, ഞാൻ അതുകൊണ്ട് ചില ഫൗണ്ടേഷൻസ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതോട് ബന്ധപ്പെട്ട്. തിരുസഭ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്, അൽമായർ മാമോദിസ സ്വീകരിക്കുന്നതോടെ തന്നെ അവർ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണെന്ന്. അവർ കൃത്യമായിട്ട് ഡിസൈപ്പിൾഷിപ്പിലേക്ക് ബൈ ബാപ്റ്റിസം ക്ഷണിക്കപ്പെടുകയാണ്. അതായത് അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക്. പൗരോഹിത്യമൊക്കെ പിന്നീട് വന്ന് ചേർക്കപ്പെട്ടതാണ്. ആദ്യകാലങ്ങളിൽ അൽമായർ തന്നെ ആയിരുന്നു സഭയിൽ ഒന്ന് ചേർന്ന് അവർ തന്നെ നിയന്ത്രിച്ചിരുന്നതൊക്കെ. സന്യാസവും പൗരോഹിത്യമൊക്കെ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ അൽമായനും മാമോദിസായിലൂടെ ഓരോ കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക്, ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തം തന്നെ. ഈശോ പറഞ്ഞെന്താ, ഗോ ആൻഡ് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. അത് ഓരോ ശിഷ്യൻ്റെയും ബാധ്യതയാണ്, കടപ്പാടാണ്, ഉത്തരവാദിത്തമാണ്. അങ്ങനെ പറഞ്ഞാൽ മാമോദിസ സ്വീകരിക്കപ്പെട്ട നമ്മളെല്ലാവരും ശിഷ്യന്മാരാകിയാൽ ആർക്കും അതിൽ എക്സെപ്ഷൻ ഇല്ല. ഞാൻ വീട്ടിലുള്ളവനാണ്, ജോലിയുള്ളവനാണെങ്കിൽ സമയമുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കാണിക്കുന്ന നിരുത്തരവാദിതപരമായ തീരുമാനം മാത്രമാണ്. കർത്താവ് നമുക്ക് വിളി തന്നിട്ടുണ്ട്, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ കാര്യം ഇതാണ്, 3 കർത്താവിൻ്റെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, പ്രീസ്ലി മിനിസ്ട്രി, കിങ്ലി മിനിസ്ട്രി ആൻഡ് പ്രോഫറ്റിക് മിനിസ്ട്രി. ഈശോയുടെ രാജകീയമായ ഇത് അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ പ്രവാചകൻ.
ഈ 3 കാര്യങ്ങളും എല്ലാവർക്കുമുണ്ട്. അതിനകത്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് പൗരോഹിത്യത്തെ പറ്റിയാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും അതുപോലെ തന്നെ പത്രോസ്ലീഹമൊക്കെ വളരെ കൃത്യമായിട്ട് 2 പൗരോഹിത്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയുമുള്ള കോമൺ പ്രീസ്റ്റ്ഹുഡ്, നമ്മളെല്ലാവരും മാമോദീസായുടെ പുരോഹിത ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. രണ്ടാമത്തെയാണ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, അതായത് ഞങ്ങളെപ്പോലുള്ള പുരോഹിതരൊക്കെ ചെയ്യുന്ന മിനിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രീസ്റ്റ്ഹുഡ്. അതിനർത്ഥം ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എല്ലാവരും പുരോഹിതരാണ്, പുരോഹിത ജനമെന്നാണ് പത്രോസ്ലീഹ തിരുസഭയെ വിളിച്ചത്. അപ്പോൾ ഒരു പുരോഹിതൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓരോ അൽമായനും ഒരു പുരോഹിതനെ പോലെ, ഒരു രാജാവിനെ പോലെ, രാജാവ് സ്നേഹിക്കുകയും ആദരിക്കുകയും മറ്റുള്ളവരെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. സ്നേഹിക്കുന്ന സേവനത്തിന് വലിയ മാതൃകയാണ്. അതുപോലെ തന്നെ ഒരു പ്രോഫറ്റിനെ പോലെ, പ്രവാചകനെ പോലെ തെറ്റുകൾക്കെതിരെ സംസാരിക്കാനൊക്കെ അൽമായൻ മുന്നോട്ട് വരേണ്ടതാണ്. ഈ ഒരു കാലഘട്ടം നോക്കുമ്പോൾ കുറെ കൂടിയൊക്കെ അൽമാർ മുൻപോട്ട് വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നവീകരണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വചന ശുശ്രൂഷ മേഖലയിലേക്ക് പോകുന്നു, ആതുര ശുശ്രൂഷയിലേക്ക് പോകുന്നു, ഒത്തിരി പേര് സൺഡേ സ്കൂൾ പോലുള്ള മിനിസ്ട്രികളിലേക്ക്, ഇടവകകളിലേക്ക് പോകുന്നു. നമ്മുടെ ഇടവക സിസ്റ്റം തന്നെ നോക്കിക്കേ, അൽമായർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇടവക ഓരോ സംവിധാനങ്ങൾ ഏർപ്പെടുക. ഓരോ സംഘടനകളിലൂടെ, ഓരോ പ്രസ്ഥാനങ്ങളിലൂടെ, സൺഡേ സ്കൂളിലൂടെ വൈദികനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, വൈദികൻ ആരാ? വൈദികൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനെ ആവുന്നുള്ളൂ, അവൻ പേരൊരു നേതാവ് മാത്രമേ ആവുന്നുള്ളൂ. എല്ലാവരും കൂടി ചേർന്നതാണ്. അത് തന്നെ സൂചിപ്പിക്കുന്ന എന്താ? നമ്മുടെ ശുശ്രൂഷ, നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർന്ന്, ജോലി, വീട്, ശുശ്രൂഷ, ഇതെല്ലാം ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ വിളിയുടെ ഭാഗമാണ്. ഇതാണ് 2 പ്രിൻസിപ്പിൾസ് നമുക്ക് പറയാനുള്ള ആദ്യ ഭാഗത്ത്. ഇതിൻ്റെ രണ്ടാം ഭാഗം, എവിടെയൊക്കെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എപ്പോഴും ബോബി അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവാഞ്ചലൈസേഷൻ ബേസിക്കലി ഹോമിലി അഫെയർ. നമ്മൾ വീട്ടിൽ തന്നെ നല്ല മാതൃകാപരമായ കുടുംബജീവിതത്തിലൂടെ വീട്ടിൽ തന്നെ സുവിശേഷ പ്രഘോഷകനാവണം, ശുശ്രൂഷകനാവണം. അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അയൽപക്കങ്ങൾ, ഒന്നും പറയുക പോലും ചെയ്യേണ്ട. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഹീസ് എ കാത്തലിക്. പലരെ പറ്റി, നമ്മുടെ പല വിശുദ്ധരെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടില്ല. അവർ ചില പ്രവൃത്തികളെ കാണുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്, ആർ യു കാത്തലിക്? ആർ യു ക്രൈസ്റ്റ്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊരു കത്തോലിക്കനാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങളൊരു ക്രിസ്തുവിൻ്റെ അനുയായിയാണോ? അത് മാത്രം മതി നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട്. അടുത്തൊരു ഭാഗം എനിക്ക് പറയാനുള്ളത് പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ തൈത്തിക എന്നൊരു സാധനമുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 10% നിങ്ങൾ കൊടുക്കുക. അതിപ്പോൾ പലരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ സമ്പാദ്യത്തിന് 10% കൃത്യമായിട്ട് ദേവാലയത്തിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലോ അവർ സ്പെൻഡ് ചെയ്ത് അവരുടെ ബാക്കിയുള്ള പണത്തെയും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം വിശുദ്ധീകരിക്കുന്നു. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ വിശുദ്ധീകരിക്കുന്നു. ഇത് ശരിക്കും പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല കേട്ടോ. 3 കാര്യങ്ങളുണ്ട് ഈ തൈത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്: ടാലൻറ്റ്, ടൈം, ട്രഷർ. ട്രഷർ മീൻസ് പണം, അത് അവസാനം വരുന്നുള്ളൂ. ആ ടാലൻറ്റ് നിൻ്റെ കഴിവുകൾ, ടൈം നിൻ്റെ സമയം, ഈ കാര്യങ്ങളെല്ലാം നീ കർത്താവിൻ്റെ നാമത്തിൽ ചെലവഴിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. 10% കൊടുക്കുക എന്നാൽ പഴയ ദൈവത്തിൻ്റെതാണ്. ഈശോ പറഞ്ഞെന്താ? നിനക്ക് ഉള്ളത് മുഴുവൻ കൊടുക്കാനാണ് പറഞ്ഞത്, അറിഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെയാണ് യഥാർത്ഥ അയൽപക്കക്കാരനായി നീ മാറുന്നതെന്നാണ് ഈശോ പറഞ്ഞത്. ഒന്ന് സമയത്തെപ്പറ്റി മാത്രം ഒന്ന് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിക്കേ. ഒരു ദിവസത്തിന് 10% കൊടുക്കുമ്പോൾ എത്രയാണ്? 2.4 hours നമ്മൾ കൊടുക്കണം. ഏകദേശം 2.5 മണിക്കൂർ കൊടുക്കണം. ഒരാഴ്ചയിലാകുമ്പോൾ ഞായറാഴ്ച അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 14.5 മണിക്കൂർ കൊടുക്കണം. ഞായറാഴ്ച കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ 16.5 മണിക്കൂർ കൊടുക്കണം. നമ്മൾ അങ്ങനെ എന്തെങ്കിലും കുടുംബത്തിന് പുറത്ത്, തിരുസഭയ്ക്ക് വേണ്ടി, ചുറ്റുപാടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവിന് നാമത്തിൽ കൊടുക്കുവാനായിട്ട് നിനക്ക് പറ്റുന്നുണ്ടോ? ഞാൻ നന്ദിയോട് ഓർക്കുന്നൊരു കൂട്ടരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിൽ അധ്യാപകർ. എന്നെയൊക്കെ പഠിപ്പിച്ച എത്രയോ വിശുദ്ധരായ അധ്യാപകരെ ഞാൻ ഇന്നും സ്നേഹത്തോടും താല്പര്യത്തോടും, പഴയ വികാരിച്ചന്മാരൊക്കെ മറന്നുപോലെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ലാത്ത ചില മുഖങ്ങളുണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരുടെയൊക്കെ. അവരൊക്കെ ബാല്യം മുതൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ സ്വന്തം മക്കളായിട്ടൊക്കെ തന്നെ കരുതി, സ്നേഹിച്ചത് കൊണ്ടും കരുതിയത് കൊണ്ടും നമ്മുടെ ആത്മീയവും ബാക്കി പഠനത്തിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചതുകൊണ്ടൊക്കെയാണ് ഞാനൊക്കെ ഒരു പുരോഹിതനായിട്ടിരിക്കുന്നത്. ഞാനത് വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നത്. എന്നെ പഠിപ്പിച്ച കൊതവറ ദേവാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ പറ്റിയൊക്കെ വിശുദ്ധരായിരുന്നു അവർ. അതുകൊണ്ട് നല്ല മാതൃകകൾ കിട്ടി. അവരെല്ലാം തന്നെ ജോലി എടുക്കുന്നവരൊക്കെ. ശനിയാഴ്ച വരെ ജോലിയുള്ളവരാണ്. ഞായറാഴ്ച ഒറ്റ ദിവസം കിട്ടുമ്പോൾ ആ ഒരു ദിവസത്തിന് ഹാഫ് ഡേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് കിട്ടുന്ന 12 മണി കഴിയുമ്പോഴത്തേക്ക് ഒരു ചായയും ഒരു വടയും അല്ലെങ്കിൽ ബോണ്ട കിട്ടുമായിരിക്കും. പക്ഷെ അതല്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ, സ്വർഗത്തിൽ അവർ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ ചില കാര്യങ്ങൾക്ക് അസൗകര്യങ്ങളൊക്കെ വരുമായിരിക്കും. നിങ്ങളിങ്ങനെ എക്സ്ട്രാ ഇറങ്ങി പോകുമ്പോൾ കർത്താവ് അവിടെ ദൂതന്മാരെ അയക്കും. ഉറപ്പാണ്. നിങ്ങൾ എത്ര സമയം കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇരട്ടി കൃപ കിട്ടും. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ചിലവരൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. വീട്ടിലെയും മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങളെല്ലാം പൂർണ്ണമായി എത്തിച്ചു കൊടുത്തിട്ട് അവരുടെ ഉറക്കവും ചില ലെഷർ ടൈംസ് ഒക്കെ മാറ്റിവെച്ചിട്ട് അവർ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ, നമ്മുടെ ഏഞ്ചൽസ് ആർമി മിനിസ്റ്റർ നോക്കിക്കേ. എന്നെപ്പോലുള്ള ചില പുരോഹിതർ, അവരെ സഹായിക്കാനുള്ളവർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അൽമായരാണ്. എല്ലാവരും തന്നെ ജോലി എടുക്കുന്നവരും മക്കളുള്ളവരും എല്ലാ ചുറ്റുപാടുള്ളവരാണ്. പക്ഷേ ഈ ഒരു എഫേർട്ടിന് കർത്താവ് നിങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഈ ലോകത്തിൽ വലിയൊരു വസന്തം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അൽമായറിലൂടെ. നിങ്ങൾ അലസരായും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഈ ലോകത്തിന് കിട്ടേണ്ട, കുടുംബത്തിന് കിട്ടേണ്ട, ഇടവകയ്ക്ക് കിട്ടേണ്ട, തിരുസഭയിലൂടെ വരേണ്ട വലിയ അത്ഭുതങ്ങൾ, വലിയ ലോകം തന്നെ ഒരു പക്ഷേ നമ്മൾ അടച്ചു കളയാൻ സാധ്യതയുണ്ട്. ഇനി മറുപടി നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല കഴിവൊന്നുമില്ലല്ലോ. ഒരു നല്ല മനോഹരമായ സ്തേയുണ്ട്, ഹി കോൾസ് ആൻഡ് ക്വാളിഫൈസ്. അവന് വിളിക്കുകയും അവരെ യോഗ്യരാക്കുകയും ചെയ്യും, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്യും. നീ നിന്റെ കഴിവുകൾ ലോകമൊക്കെ വിട്. അപ്പസ്തോലന്മാരൊക്കെ ആരായിരുന്നു? വെറും മുക്കുവരായിരുന്നു മജോറിറ്റി ആൾക്കാർ, അല്ലെങ്കിൽ വളരെ നിരക്ഷരായ ആൾക്കാരൊക്കെ ആയിരുന്നു മജോറിറ്റി ആൾക്കാർ. പക്ഷേ അവരിലൂടെ ഇന്ന് ലോകം മുഴുവനുള്ള സഭയെ ദൈവം വളർത്തിക്കൊണ്ട് വരുമ്പോൾ അൽമായരിലൂടെ വളർന്ന സഭയാണിത്. അതുകൊണ്ട് തന്നെ നീ ഇന്നൊരു അൽമായൻ എന്നതിൽ അഭിമാനിക്കുകയും നീ കർത്താവിന് കൊടുക്കേണ്ട, സമൂഹത്തിന് കൊടുക്കേണ്ട ഭാഗം കൊടുക്കുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയായിട്ട് ഈ ഒരു എപ്പിസോഡ് മാറട്ടെ എന്ന് ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ കറക്ഷൻ കൂടിയാണത്. ചിലരെങ്കിലുമൊക്കെ വീടൊക്കെ ശ്രദ്ധിക്കാതെ ഒരല്പം കൈവിട്ട കളിയിലൂടെ ശുശ്രൂഷകളിലേക്ക് പോകുന്നവരുണ്ട്. താങ്കളൊരു കുടുംബസ്ഥനാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് യുവർ ഹൗസ്. നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമുള്ള സമയവും അവർക്ക് വേണ്ട പ്രയോറിറ്റിയും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത കാര്യം തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് വിളി തന്നെ, അത് ശുശ്രൂഷ തന്നെയാണ്. അത് മറന്നിട്ട് ഇറങ്ങാനല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യധികം സമയം കർത്താവിനും തിരുസഭയ്ക്കും ഇടവകയ്ക്കും വേണ്ടി ചെലവഴിക്കാൻ പറ്റും. ഇതൊരു വലിയ കൃപയാണ്. നിങ്ങൾ ചോദിച്ച് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനിച്ച് ഡിസൈൻ ചെയ്യേണ്ടത്. ഞാനെന്ത് ചെയ്യണം? എല്ലാത്തിനും ഇറങ്ങാനുള്ളതല്ലോ. ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വിളി വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു കോമൺ വിളിയുണ്ട്, ഇന്റർസെഷൻ, ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. നിങ്ങളുടെ ഏത് ജോലിക്കിടയിലും നിങ്ങളുടെ ഏത് പണി തിരക്കിനിടയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി, വികാരിയച്ചിന് വേണ്ടി, ശുശ്രൂഷ എന്ന ജനത്തിന് വേണ്ടി? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കുമ്പോഴൊക്കെ എനിക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു വലിയ കൃപ കിട്ടുവാൻ വേണ്ടി. കർത്താവായ ഈശോയെ, ഈ മക്കളായി ഒന്ന് ചേർന്ന്, ഒരു കുടുംബമായി ചേർന്ന് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ തന്ന കുടുംബം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ തിരക്കുകൾ, അതിനൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ വലിയ മേഖല, മിനിസ്ട്രിയുടെ വലിയൊരു മേഖല, ഞങ്ങൾക്കറിയാം ഞങ്ങളതിന് വിളിക്കപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ്. മാമോദീസായുടെ ആശീർവാദത്തിൽ വൈദികൻ എണ്ണി പറയുന്ന കാര്യങ്ങൾ ഒന്നാണല്ലോ ഇത്. ഞാൻ ഏറ്റെടുത്തൊരു വ്രതമാണല്ലോ ഇത്. എന്നിട്ട് പലപ്പോഴും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ട്, പല കാരണങ്ങളാൽ അവഗണിച്ചിട്ടുണ്ട്. ഈശോയെ, എനിക്ക് നല്ല കൃപ തരണമേ. ഞാൻ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ചെയ്യാതെ പോയ നന്മകളെ ഓർത്ത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ബോധ്യവും കൃപയും നിന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ഇടവകയെ ഞാൻ കൂടി ചേർന്നു നിന്ന് വളർത്താൻ, ഇടയനോടൊപ്പം ചേർന്നു നിന്ന് വളർത്താൻ, ഈ ലോകത്തിന് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ല വിശുദ്ധയായ ഒരു ആത്മാവായിട്ട് ജീവിക്കാൻ, എൻ്റെ ജീവിതം കൊണ്ട് തന്നെ അനേകർക്ക് സുവിശേഷം കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അമ്മേ മാതാവേ, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളെ, കൂടെ നടന്നവളെ, എല്ലാവർക്കും മാതൃകയായവളെ, ആദ്യ ക്രിസ്ത്യാനിയെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛൻ. അച്ഛൻ പറഞ്ഞ ഒരുപാട് നല്ല പോയിന്റ്സ് ഈ ടോപ്പിക്കിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദൈവത്തെ സെൻറ്ററായിട്ട് നമ്മുടെ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവും. നമ്മുടെ ഫാമിലി ലൈഫ് ആയിരിക്കട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ ലൈഫ് ആയിരിക്കട്ടെ, എല്ലാത്തിനും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വലിയൊരു കണ്ടൻറ്റാണ് ഞങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് എപ്പിസോഡിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye.